അതിലുണ്ടാ. അപ്പോ ഈ കഴിഞ്ഞ നോമ്പിൽ ശരിയായി അവിടെ പ്രസംഗിച്ചപ്പോ ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞു ശിർക്കായിട്ടാണ് വ്യാഖ്യാനിച്ചത് ശിർക്കുണ്ട്, ശിർക്കല്ലാതെ വ്യാഖ്യാനിച്ചത് ശിർക്കില്ല. ഇതൊരു കാര്യസ്ഥലത്തിന്റെ മാത്രം കാര്യമാണ്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എക്സ്ട്രാ സ്ഥലത്തിന്റെയും മൗലികതയുടെയും കാര്യമാണ്. അതല്ലെങ്കിൽ ശരിയാത്തലായുടെയും സ്വീകരിക്കണം തെറ്റാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം? സഖിയാസ്ലായി പറഞ്ഞതാണ് ശരി. അത് തന്നെയാണ് ജബ്ബാദാരബിയും പറഞ്ഞത്. പക്ഷെ ജബ്ബാദാരബി പറഞ്ഞതിന് ഒരു കഷ്ണം മാത്രമേ ആളുകൾ കേട്ടിട്ടുള്ളൂ എന്ന് മാത്രം. മുഴുവനായി കേട്ടാൽ ആർക്കും ഒരു പരാതിയും അതിൽ ഉണ്ടാവില്ല. ഖത്തറിൽ നിന്ന് ഒരു സമസ്തക്കാരൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. അതാണ് തുടക്കം. ഫോൺ ചെയ്ത് ചോദിച്ചു, തിരിച്ചും മറിച്ചും പല വഴിക്കും ചോദിച്ചു. അതിൽ നിന്ന് കിട്ടിയ ഒരു കഷ്ണമാണ് അയാൾ മുറിച്ചെടുത്ത് ഇവിടെ പുറത്തേക്കിട്ടത്. അത് മാത്രം കേട്ടപ്പോഴാണ് ഇപ്പൊ ഞാരിയാസ്വാത്തും കുഴപ്പമില്ല പറയുന്നത് എന്നായി മാറിയത്. ഞാൻ അദ്ദേഹത്തെ നേരെ കണ്ട് അദ്ദേഹത്തോട് വിഷയം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം നൽകിയ വിശദീകരണം വളരെ കൃത്യമാണ് താനും. അദ്ദേഹം പറഞ്ഞത് ഞാരിയാസ്വാത്തെ കുറിച്ച് അയാൾ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു അത് വലാലത്തായ ബിദ്അത്താണ്. കാരണം നിങ്ങൾ അതിന് വലിയ മഹത്വവും വലിയ പ്രതിഫലവും പ്രത്യേക എണ്ണവും പ്രത്യേക രീതിയും എല്ലാം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ബിദ്അത്തും വലാലയാണ്, വഴിപിഴച്ച ബിദ്അത്താണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സമസ്തക്കാരൊക്കെ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. 11 ജില്ലകളെ കൂലി, 33 ജില്ലകളെ കൂലി എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ. തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പറഞ്ഞു, തഫ്രീജിയായ സ്വലാത്ത് പലതിൽ മെച്ചമ നാരിയത്തെന്നൊരു പേരതിന് പ്രസിദ്ധമാ. തഫ്രീജിയായ സ്വലാത്ത് എന്ന നാരിയ സ്വലാത്ത് പല സ്വലാത്തിനേക്കാളും മെച്ചമാണ്. കാരണം അതിന്റെ മഹത്വം പറഞ്ഞത് റബ്ബിന്റെ നിധിയിൽ പെട്ട നിധിയും ഒന്നിതാ, കൂടാതെ ഖജനാവിന്റെ താക്കോലും ഇതാ. അള്ളാഹുവിന്റെ നിധിയിൽപ്പെട്ട നിധിയാണ് നാരിയ സ്വലാത്ത്. റബ്ബിന്റെ ഖജനാവ് തുറക്കാത്ത താക്കോലാണ് നാരിയ സ്വലാത്ത്. ഇത് ചൊല്ലേണ്ട രീതി പഠിപ്പിച്ചു. മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊലിക്കുന്നതാണ് റിസ്കവന് ഭൂവനം വാനവും. എന്നും 11 പ്രാവശ്യം ഇത് ചൊല്ലുകയാണെങ്കിൽ ആകാശഭൂമികൾ അവന് ഉപജീവനം ചൊരിഞ്ഞു കൊടുക്കും. അവിടെ ആരംഭിച്ചിട്ട് 33ന്റെ മഹത്വം, 111ന്റെ മഹത്വം, 333ന്റെ മഹത്വം, 444 മഹത്വം, 1000 എണ്ണത്തിന്റെ മഹത്വം എല്ലാം അതിന് പറയുന്നു. അവസാനം പറഞ്ഞു അതിന്റെ ഇന്തിഹ 4000 വേണ്ടുന്നതാ, 440 4 ചേർന്നതാ. അവസാനത്തെ എണ്ണം 4444. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. 4444 എന്ന എണ്ണം ചൊല്ലിത്തീർക്കുകയാണെങ്കിൽ ഏതു പ്രയാസവും നിനക്ക് എളുപ്പമായി മാറും. ഈ അർത്ഥത്തിലാണ് അവർ നാരിയാസ്വാത്തിനെ കാണുന്നത്. അതുകൊണ്ട് വലാലത്തായ ബിദ്അത്താണ്. അപ്പൊ ഈ ചങ്ങായി ചോദിച്ചു അതിൽ ശിർക്കുണ്ടോ? അദ്ദേഹം വളരെ സൂക്ഷ്മമായി അദ്ദേഹം പറഞ്ഞു, അതിലെ പദങ്ങളിൽ ഞാൻ ശിർക്ക് കണ്ടിട്ടില്ല, പദങ്ങളിൽ ശിർക്ക് കണ്ടിട്ടില്ല. അൽഹംദുലില്ലാ അത്ര മതി എന്നും പറഞ്ഞ് മൂപ്പര് ഫോൺ വെച്ചു. അതാണ് വിഷയം. പദങ്ങളിൽ ശിർക്കില്ല, പക്ഷേ അതിന്റെ ഉദ്ദേശം ശിർക്കായ തരത്തിൽ തന്നെയാണ് സമസ്തക്കാരെ കൊണ്ടെടുക്കുന്നത്. പദത്തിൽ എന്താ ഉള്ളത്? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് وتنفرج به الكرب وتقضى به الهوائج وتنال به الرغائب وحسن الخواطر ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഇതാണ് നാരിയ സ്വലാത്ത്. 600 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിം ഉന്നാസി എന്ന ഒരു മുസ്ലിയാർ ഉണ്ടാക്കിയതാണ്. 800കളിൽ മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിം ഉന്നാസി എന്ന ആളാണ് ഇതുണ്ടാക്കിയത്. ഇതിന് അള്ളാഹുവെ പരിപൂർണമായ സ്വലാത്തും സലാമും ചെയ്യണേ അലാ സയ്യിദിനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക്.
അതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ആ പദങ്ങൾ ഹദീസിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടാവണം എന്നില്ല. സ്വതന്ത്രമായി സ്വലാത്ത് എന്ന അർത്ഥത്തിൽ ഒരാൾക്ക് ഏത് പദവും പറയാം. അത് നമുക്ക് അഭിപ്രായ വ്യത്യാസവുമില്ല. നബിക്ക് ഗുണത്തിന് വേണ്ടി തേടുക, അതാണോ സ്വലാത്ത്? അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ തമിഴിലോ ഒക്കെ പറ്റും. ഒരാൾ മലയാളത്തിൽ പറഞ്ഞു പഠിച്ചവനെ മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണേ, അതും സ്വലാത്താണ്. അതും സ്വലാത്താണ്. അപ്പൊ സ്വതന്ത്രമായി സ്വലാത്ത് എന്ന അർത്ഥത്തിൽ ഏത് പദവും ഇവർക്ക് പറയാം. ഹദീസിൽ വന്ന പദമേ പറയാവൂ എന്നില്ല. ഹദീസിൽ വന്ന പദം ആണെങ്കിൽ അതിലേക്കൊന്നും ചേർക്കാൻ പാടില്ല. അതുള്ളത് പോലെ തന്നെ പറയണം. അതുകൊണ്ടാണ് ഇബ്രാഹിമിയ സ്വലാത്തിൽ സയ്യിദിനെ കൂട്ടുമ്പോൾ നമ്മൾ വിമർശിക്കുന്നത്. അത് റസൂല് പഠിപ്പിച്ച പദങ്ങളാണ്, അതിൽ പിന്നെ കൂട്ടാൻ പറ്റില്ല. ഏത് പദം? ദുആ. ഒരാൾ ജീവിതത്തിൽ എന്തും പ്രാർത്ഥിക്കാം, അയാൾക്ക് എന്ത് ആവശ്യമുണ്ടോ റബ്ബിനോട് പറയാം. എന്നാൽ അല്ലാഹു റസൂലും പഠിപ്പിച്ച ദുആയിൽ ഇവന് മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആയെ ഒബി നബിക്കല്ലി അർസൽത എന്നത് ഒബി റസൂലിക്കല്ലി അർസൽത എന്ന് മാറ്റി പറഞ്ഞിട്ട് നബി പറഞ്ഞു പറ്റൂല. ഒബി നബിക്ക എന്താ? അത് റസൂല് പഠിപ്പിച്ചൊത്ത പദങ്ങളാണ്. എന്താ ഒരുത്തൻ ദുആ ചെയ്തു, എന്നിട്ട് പിന്നെ പറയാം ഞാനിപ്പോ ചെല്ല ദുആ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്താണ് പറഞ്ഞാലോ അത് ബിദ്അത്തായി മാറി. രാവിലെ എത്ര കൂലിട്ടെന്ന് പറഞ്ഞാലോ ഇല്ല. പടച്ചവനെ പൂർണ്ണമായി ഗുണം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. സ്വലാത്താണ്, പ്രതിഫലാർഹമാണ്, തെറ്റില്ല. ഇത് ചൊല്ലിയാൽ 11 ചൊല്ലി എത്ര കൂലിട്ടും ആകാശം മുമ്പിൽ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കുന്നു പറഞ്ഞാലോ കഴിഞ്ഞു, ബിദ്അത്തായി മാറി. പിന്നെ പറഞ്ഞെന്താ? അല്ലി തൻഹല്ലു ബിഹിൽ ഉഖദ്, ആ നബിയെ കൊണ്ടാണ് കെട്ടിക്കുടുക്കുകൾ അഴിയുന്നത്. വതംഫറജു ബിഹിൽ ഖുറബ്, ആ നബി മുഖേനയാണ് പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നത്. വതുഖലാ ബിഹിൽ ഹവായിജു, ആ നബി മുഖേനയാണ് ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നത്. വതുനാലു ബിഹിൽ റഗായിബു, ആ നബി മുഖേനയാണ് ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നത്. ജബ്ബാദാരിനി പറഞ്ഞു ഇതിലത്രയേ ഉള്ളൂ. നബിയെ സഹായിക്കണേ എന്ന് തേട്ടം അതിലില്ല, നബിയെ ആവശ്യം പൂർത്തീകരിക്കണേ എന്ന് അതിലില്ല. നബി മുഖേന ആവശ്യങ്ങൾ പൂർത്തിയാകും, നബി മുഖേന പ്രയാസങ്ങൾ തീരും, നബി മുഖേന ബുദ്ധിമുട്ടുകൾ ഒഴിവാകും എന്നാണുള്ളത്. അത് അദ്ദേഹം പറഞ്ഞു. അത് പല അർത്ഥത്തിലും വ്യാഖ്യാനിക്കാലോ. ഒരുത്തം പറയാം ഞാൻ പണ്ട് ഭയങ്കര മാനസിക ടെൻഷനിലായിരുന്നു, തൗഹീദൊക്കെ മനസ്സിലാക്കി ദീനൊക്കെ പഠിച്ചപ്പോൾ എന്റെ എല്ലാ ടെൻഷനും മാറി. അതുപോലെ ടെൻഷൻ മാറാൻ കാരണക്കാരനാരാ? റസൂൽ പഠിപ്പിച്ച ദീനോ സ്വീകരിച്ചു, ഓരോ ടെൻഷൻ മാറി. കടം കൊണ്ട് കുടുങ്ങിയ ഒരാള് ഓൻ തെരഞ്ഞു പിടിച്ച ഹദീസിൽ വല്ല ദുആയുണ്ടോ കടം വന്നാക്കി, ഓനെ ദുആ കിട്ടി, ഓൻ ആ ദുആ ജീവിതത്തിൽ പാലിച്ചു, ഓനെ കടത്തുനിന്നൊക്കെ മോചനം കിട്ടി. അപ്പൊ കടം വിടുക എന്നൊരു ആവശ്യം പൂർത്തീകരിച്ചത് നബി മുഖേനയാണ്. പ്രയാസം കൊണ്ട് പറഞ്ഞ ഒരാള് അത് റസൂൽ പഠിപ്പിച്ച വല്ല ദുആയുണ്ടോ അന്വേഷിച്ചു, ആ ദുആ കിട്ടി, ഓനത് ചൊല്ലി, ഓൻ ആശ്വാസം കിട്ടി. അപ്പൊ ഓൻ ആശ്വാസം കിട്ടി നബി മുഖേനയാണ്. ആ അർത്ഥത്തിലാണോ ശിർക്കാണോ? അല്ല. ആ അർത്ഥത്തിൽ തന്നെ ചെല്ലുകയാണെങ്കിൽ ശിർക്കില്ല. അതാണ് ജബ്ബാദാരി പറഞ്ഞത്, അതിന്റെ പദങ്ങളിൽ ഞാൻ ശിർക്ക് കണ്ടിട്ടില്ല. എന്നാൽ ഈ അർത്ഥത്തിലാണ് നമ്മുടെ നാട്ടിൽ ചെല്ലുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ന്യായത്തിൽ എന്തിനാ ഈ അതിന് മുഴുവൻ ഒതിയാഴ്ചണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. ഇത് ചൊല്ലിയാൽ തന്നെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടും തീരും പൊന്നേനാ. അവിടെ തന്നെ കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. നെല്ലിക്കുട്ടി ഇസ്മായിൽ മിസ്കാർ നാരിയാസ്ത്രത്തിനെ പറ്റി എഴുതിയത് നബിയോടുള്ള ശരിയായ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയാസ്വലാത്ത് എന്നാണ്. നബിയോടുള്ള ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയാസ്വലാത്ത് ആ അർത്ഥത്തിലാണ് ഒരുത്തം ചെല്ലുന്നത്. ശിർക്ക് തന്നെയാണ്. നബിയോട് ഇസ്തിഗാസ ചെയ്യാൻ നബിന്റെ ബുദ്ധിമുട്ട് തീർക്കും, നബിന്റെ പ്രശ്നം തീർക്കും, നബി ആഗ്രഹം സഫലീകൃതമാക്കും എന്ന അർത്ഥത്തിലാണോ നാരിയാസ്വലാത്ത് ചെല്ലുന്നത്? ശിർക്ക് തന്നെ. ആ അർത്ഥത്തിലാണ് നമ്മുടെ നാട്ടിലെ കുമ്പൂരികൾ ചൊല്ലുന്നത്. ഓരോ ഇപ്പന്ന വ്യാഖ്യാനമൊന്നുമില്ല. പിന്നെ കുടുംബം പോലും ഒപ്പിക്കലുണ്ട്. ഇങ്ങനത്തെ വ്യാഖ്യാനം പറഞ്ഞിട്ട് നാദാപുരത്ത് ഖണ്ഡനം വന്നപ്പോ പേരോട് ഒപ്പിച്ചു,
നബി മുഖേനയല്ലേ നമുക്ക് വലിയ വലിയ നിയമത്ത് കിട്ടിയത്, നബി മുഖേനയല്ലേ സ്വർഗം കിട്ടാൻ വഴിയുണ്ടായത്, നബി മുഖേനയല്ലേ നരകമോചനത്തിന് നമുക്ക് അവസരം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ മുഖ്യ അവിടെ ഒപ്പിച്ചു. പക്ഷെ ആ അർത്ഥത്തിലല്ല അവർ ചെല്ലുന്നത്. ന്യായസ്വലത്ത് എപ്പോഴാ ചെല്ലുക? അസുഖം വന്നാൽ ന്യായസ്വലത്ത് ചെല്ലും, മാന നഷ്ടപ്പെട്ടാൽ ന്യായാസ്വലത്ത് ചെല്ലും, വിസ കിട്ടുന്നില്ലേ ന്യായാസ്വലത്ത് ചെല്ലും, രോഗം കൊണ്ട് ബുദ്ധിമുട്ടോ ന്യായാസ്വലത്ത് ചെല്ലും. അപ്പൊ ഇത് ചെല്ലിയാല് നബി ഇടപെടും, നബി ഇത് അറിയും, നബി ഇത് കേൾക്കും, നബി എന്റെ പ്രശ്നം തീർക്കും എന്ന് തന്നെയാണ് ഓരോ വിശ്വാസം. അതുകൊണ്ട് അവർ ചൊല്ലുന്ന ന്യായാസ്വലത്ത് ശിർക്ക് തന്നെയാണ്. അതിൽ ലബ്ബാദാരിക്കും സംശയമില്ല, സിഖ്യാസ്വലാർക്കും സംശയമില്ല, നമുക്കാർക്കും സംശയമില്ല. അതൊന്നുമല്ല, അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ല. ഒരു സാധുതൊന്നും അറിയാതെ ഓനക്ക് ഖുറാഫത്തോ അല്ലതൊന്നും അറിയില്ല. ഓൻ ഇത്രയേ മനസ്സിലാക്കിയിട്ടുള്ളൂ, നബി മുഖേന ബുദ്ധിമുട്ട് ഒഴിവാകുന്നല്ലാതെ എനിക്കിപ്പോ സ്വർഗത്തുകളെ വഴി പഠിപ്പിച്ച റസൂലാണല്ലോ, ആ റസൂൽ പഠിപ്പിച്ച ദീനപ്രകാരം ജീവിച്ചതാണല്ലോ നിങ്ങൾക്ക് സ്വർഗത്തുകെത്താനുള്ള വഴിയുണ്ടായത് എന്നൊരു അർത്ഥത്തിലാണെങ്കിലോ അത് ശിർക്കില്ല എന്ന് പറയാം. എന്നാൽ ഈ സ്വലാത്ത് സൈറ്റ് ചെയ്യുമ്പോഴോ ബിദഅത്തായി മാറി. കാരണം പ്രത്യേക എണ്ണവും വണ്ണവും തീരി നിശ്ചയിച്ച് പ്രത്യേക പ്രതിഫലം ഓഫർ ചെയ്ത് ഉണ്ടാക്കി പ്രചരിപ്പിച്ച സ്പെഷ്യൽ സ്വലാത്തായതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് തന്നെ ബിദഅത്തായി മാറി. അതാണ് ലംബാദാരി പറഞ്ഞത്. അദ്ദേഹത്തെ ശേഷം വിളിച്ച പലരോടും അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഈ ഒരു ഫോൺ ക്ലിപ്പിന് കഷ്ണം മാത്രം മുറിച്ച് അത് പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.